ഞാൻ ഒറ്റ സ്റ്റേജിൽ വെച്ച് നടന്ന ഉദാഹരണമാണ്, ഒരു ലോക്കൽ പരിപാടിയിലെ പ്രഭാഷണമല്ല. ഇക്കഴിഞ്ഞ മുജാഹിദ് സംസ്ഥാന സമ്മേളന വേദിയിൽ നടന്ന ചർച്ചയാണ്, സംവാദമാണ്, അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണ്, പ്രഭാഷണങ്ങൾ ഒരൊറ്റ ഹദീസിനെ കുറിച്ച്. ഇത് രണ്ടും സെയിമാണ്. ഏകദേശം ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും. അതിൻ്റെ ആശയത്തിൻ്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക്. ചില നേതാക്കന്മാരുടെ അധ്യാപകരോട് ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു. നിർവഹിക്കട്ടെ. സമസ്ത നിർവഹിക്കുന്നതിൽ ആരാണ് നിർവഹിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നിട്ട് നിർവഹിക്കുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനിക്കാർ നിർവഹിക്കാൻ സാധിക്കുമോ? CPM നിർവഹിക്കാൻ സാധിക്കുമോ? CPIക്ക് നിർവഹിക്കാൻ സാധിക്കുമോ? സാമൂഹ്യ സാംസ്കാരിക സംഘങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമോ? ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ മനുഷ്യ സമൂഹത്തിൻ്റെ സരളമായ മുന്നോട്ടുള്ള പ്രയാണത്തിനും നിലനിൽപ്പിനും ഇസ്ലാം മതം നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ചെറിയ വാക്കുകളുണ്ട് നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു. ആ ഇസ്ലാം മതത്തിൻ്റെ ഒറിജിനാലിറ്റി അതുപോലെ കാത്തു സൂക്ഷിക്കണമെന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം സമൂഹത്തോട് ആവശ്യപ്പെടുന്നതും അതിനുവേണ്ടിയാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടതും. 1920കളിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നവീന ചിന്തകളുമായി ഇസ്ലാമിക സമൂഹത്തിൽ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരിക്കലും ഇസ്ലാമിനെ വികൃതമാക്കുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളരാൻ പാടില്ലെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരുപാട് ത്യാഗം സഹിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് ആ കാലഘട്ടത്തിലെ മഹാത്മാക്കളായ പണ്ഡിതന്മാരായ ആരിഫ്യങ്ങളും ഔലിയാക്കളും രൂപം നൽകി. ഇന്നത്തെ പോലെ സംഘടന രൂപീകരിക്കുക അത്ര ലളിതസുന്ദരമായതല്ല. ആ കാലഘട്ടത്തിൽ ഒരാളെ കാണണമെങ്കിൽ, ഒരാളുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ കത്തയക്കാൻ സംവിധാനമില്ല, ടെലഫോണില്ല, വാട്സപ്പില്ല, മറ്റ് ഭൗതിക സംവിധാനങ്ങളൊന്നുമില്ല, വാഹന സൗകര്യമില്ല. ഗ്രാമാന്തരങ്ങളിൽ നടന്നു ചെന്ന് ഓരോ പണ്ഡിതരെയും കണ്ട് ബോധ്യപ്പെടുത്തി അവരെയൊക്കെ കോഴിക്കോട് വിളിച്ചുകൂട്ടി ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തനം നടത്തുക എന്നാൽ ശ്രമകരമായ കാര്യമായിരുന്നു. പക്ഷെ അത്ര വലിയ റിസ്ക് എടുക്കാൻ എന്തേ കാരണം? അതും സാധാരണക്കാരായ പണ്ഡിതന്മാരല്ല, വലിയ മഹാത്മാക്കളാണ്. കേരളത്തിൽ അറിയപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജന്മം നൽകിയത്. കാരണം വളരെ പ്രധാനമാണ് ഈ പരിശുദ്ധമായ ഇസ്ലാം. ഇന്നും അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം ലോക ജനസമൂഹത്തെ മുഴുവൻ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സൈബർ മേഖലയിൽ വലിയ വികാസം പ്രാപിച്ചതോടുകൂടി യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുദിനം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ പള്ളികൾ, പുതിയ പുതിയ ഇസ്ലാമിക് സെൻ്ററുകൾ യൂറോപ്പിലും അമേരിക്കയിലും ഉയർന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന ആളുകൾ, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം വികൃതമായി കഴിഞ്ഞാൽ ഇസ്ലാമിനെ പൊതുസമൂഹം സ്വീകരിക്കില്ല, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇസ്ലാമിന് പോർലേൽക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സംവിധാനമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ A to Z മാ ശറഅഹുല്ലാഹു ലിഇബാദിഹി മിനൽ അഹ്കാമി വസുനൻ. അള്ളാഹു തൻ്റെ അടിയാറുകൾക്ക് വേണ്ടി, ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി നിർണയിച്ച് നിശ്ചയിച്ച് വരച്ച് കാണിച്ചു തന്ന നിയമസംഹിതയാണ് ഇസ്ലാം. അതിൽ മനുഷ്യന് കൈവെക്കാൻ അവകാശമില്ല, മനുഷ്യന് ഭേദഗതി വരുത്താൻ അവകാശമില്ല, മനുഷ്യന് കൂട്ടിച്ചേർക്കാൻ അവകാശമില്ല. അതതിൻ്റെ ഒറിജിനാലിറ്റിയോടുകൂടി നിലനിൽക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇസ്ലാമിനുണ്ട്. ആ ബുദ്ധി ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്, ആ താല്പര്യം അതേപടി സംരക്ഷിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടത്. സത്യത്തിൽ ഇത്തരം പുതിയ ചിന്തകളും നവീനവാദങ്ങളും മതപരിഷ്കരണവാദങ്ങളുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ പിൽക്കാലത്ത് കടന്നു വരുമെന്ന് അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്തിരുന്നു. സ്വാഭാവികമാണത്. പക്ഷെ അത് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, ഉത്തരവാദിത്വം നമുക്കുണ്ട്.
ഈ സമൂഹത്തെ നമ്മൾ വെറുതെ വിടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ വഴിക്ക് പോകട്ടെ, ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ വഴിക്ക് പോകട്ടെ, തബ്ലീഗ് ജമാഅത്ത് അവരുടെ പ്രവർത്തനങ്ങളുമായി പോകട്ടെ, വ്യാജ സിദ്ധന്മാരും മറ്റും അവർ പ്രവർത്തിക്കട്ടെ. നമ്മൾ നമ്മുടെ റൂട്ടിൽ പോവുക, വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകണ്ട, അവരെ എതിർക്കാൻ പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൗനമായിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അപകടകരമായ അനന്തരഫലമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കറിയുമോ, ഷുഐബുൽ ഹൈത്തമി സൂചിപ്പിച്ചതുപോലെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഴക്കമുള്ള കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം ഒരു മാറ്റവുമില്ലാതെ അനുസ്യൂതം തുടർന്നു വരുന്ന ഈ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ വികൃതമാക്കാൻ വിട്ടുകൊടുത്താൽ ഇന്നത്തെ ഈ നിലവിലുള്ള ഇസ്ലാമിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അടുത്ത തലമുറക്ക് അത് കൈവരി കിട്ടാൻ പോകുന്നില്ല എന്നതാണ് പ്രശ്നം. ഞാനും നിങ്ങളും ഒറിജിനൽ ഇസ്ലാമിൻ്റെ വാഹകരാകാൻ എന്തേ കാരണം? നമ്മുടെ പൂർവികർ വിഷയത്തിൽ നിതാന്ത ജാഗ്രത പാലിച്ചത് കൊണ്ടാണ്. അവർ ഈ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്. വിശദീകരിക്കേണ്ട സമയത്ത് വിശദീകരിച്ചുകൊണ്ടും, സംവാദം നടത്തേണ്ട സമയത്ത് സംവാദം നടത്തിക്കൊണ്ടും, പ്രഭാഷണം നടത്തേണ്ടത് പ്രഭാഷണം നടത്തിക്കൊണ്ടും, സമ്മേളനം ആവശ്യമുള്ള സമ്മേളനം നടത്തിക്കൊണ്ടും സുന്നത്ത് ജമാഅത്ത് എന്ന ഇസ്ലാമിൻ്റെ ഒറിജിനാലിറ്റിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഠിന യത്നം നടത്തിയതിൻ്റെ അനന്തരഫലമാണ് ഞാനും നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം. നമുക്ക് ഈ ഒരു ആദർശം, ഈ ആശയം, ഈ ആചാരങ്ങൾ, ഈ അനുഷ്ഠാന കർമ്മങ്ങൾ, ഈ വിശ്വാസങ്ങൾ ഇതേപടി നമ്മുടെ മക്കൾക്ക്, അടുത്ത തലമുറക്ക് കൈമാറണം. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഈ നിസ്സാരമായ കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, ഒരു മുസ്ലിം സുഹൃത്ത് മരിച്ചാൽ നമ്മൾ ഉടനെ എന്തു ചെയ്യും? പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം വീട്ടിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുണ്ടെങ്കിൽ ഖുർആൻ ഓതാൻ ആരംഭിക്കും ആ മയ്യത്തിന് വേണ്ടി. ദുആ ചെയ്യാൻ കഴിയുന്ന ആൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആളുകളൊക്കെ വന്ന് ഒരുപാട് ഖുർആനൊക്കെ ഓതി അവസാനം ആ ജനാസ എടുക്കും. ജനാസ എടുക്കുന്നതിന് മുമ്പ് പലരും വന്ന് ദുആ ചെയ്തു പോകും. യഥാർത്ഥത്തിൽ ആ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ജനാസ എടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു യാസീൻ ഓതിയിട്ടുണ്ട്, ഭക്തി നിർഭരമായൊരു പ്രാർത്ഥന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത യാസീൻ. നിങ്ങൾ മരണാസന്നരായ ആളുകൾക്കും മരിച്ചുപോയ ആളുകൾക്കും വേണ്ടി നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക എന്ന്. നമ്മൾ ആ യാസീൻ ഓതും. എന്നിട്ടൊരു ഭക്തി നിർഭരമായ പ്രാർത്ഥന മയ്യത്തിന് വേണ്ടി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ സഹോദരന് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവേ ഇവനോട് വാത്സല്യം കാണിക്കണേ അല്ലാഹ് എന്നിങ്ങനെ തുടങ്ങി ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തുമ്പോൾ പലരും വിങ്ങി വിങ്ങി പൊട്ടി കാമീൻ പറയും. പ്രത്യേകിച്ച് ആ വീട്ടുകാരും മയ്യത്തിൻ്റെ അടുത്ത ബന്ധുക്കളും. ഒരു പക്ഷേ ആ ജനസമൂഹം നടത്തുന്ന ആ ഒരു പ്രാർത്ഥന മതിയായിരിക്കും ഈ മയ്യത്തിന് അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ കബറടക്കും. കബറടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചടങ്ങുകളുണ്ട്, തസ്ബീത്തുണ്ട്, തൽഖീനുണ്ട്, ദുആയുണ്ട്. അവിടെ വീണ്ടും നമ്മൾ സിയാറത്തിന് പതിവായി പോകും, ഇല്ലേ? നമ്മുടെ മരിച്ച ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കബറിലേക്ക് എത്ര തവണ നമ്മൾ പോകും? മിനിമം വെള്ളിയാഴ്ചകൾ നമ്മൾ പോകില്ലേ? വർഷത്തിലൊക്കെ ആണ്ട് നടത്തൂലേ? എന്തായിരുന്നാലും നമ്മൾ കുറച്ച് ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ഉപ്പാൻ്റെ പേരിൽ യാസീന് ദുആ ചെയ്യിപ്പിക്കൂലേ? ഉമ്മാൻ്റെ പേരിൽ യാസീന് ദുആ ചെയ്യിപ്പിക്കൂലേ? ഇതൊന്നും വേണ്ടെന്ന് പറയുന്നവരല്ലേ ഈ കൂട്ടർ സഹോദരന്മാരെ? ഒരു മരിച്ച വീട്ടിൽ നമ്മൾ ഇന്ന് ചെന്നാൽ സത്യത്തിൽ ഇവര് ജസ്റ്റ് ആ മയ്യത്ത് വരും, മയ്യത്തിനെ നോക്കും, കാണും, ഇങ്ങനെ ഇറങ്ങിപ്പോവും, കഴിഞ്ഞു. സൂറത്ത് അവർക്ക് ഓതാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ ഓർത്ത് നോക്കി, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ പറ്റില്ല, ഒന്നും പറ്റില്ലല്ലോ. ഈ മയ്യത്തിന് സിയാറത്തിക്കാൻ അവർക്ക് പറ്റില്ല. മയ്യത്തിന് വേണ്ടി എന്തെങ്കിലും അന്നദാനം നടത്താൻ പറ്റില്ല, ആണ്ട് നടത്താൻ പറ്റില്ല, 7 നടത്താൻ പറ്റില്ല. ഒന്നും ചെയ്യാത്തൊരു സമൂഹം ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആദരവായ അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സദസ്സിൽ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ആളുകൾ വന്നു പറഞ്ഞു, നമ്മുടെ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ ഹബീബ് ആ സ്വഹാബി സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് നേരെ അബൂ സലമന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അബൂ സലമന്റെ വീട്ടിൽ മരിച്ചിട്ടേ ഉള്ളൂ. 2 കണ്ണും തുറന്നു കിടക്കുക. അഹ്മൽ ഐനഹി, 2 കണ്ണും തങ്ങൾ പൂട്ടി. എന്നിട്ട് പൂട്ടിയിട്ട് പറഞ്ഞു, ഇദാ ഖുബില റൂഹുൽ മയ്യിത്തി, മയ്യത്തിന്റെ റൂഹ് പിടിക്കപ്പെട്ടാൽ അവന്റെ 2 കണ്ണും ആ റൂഹ് പോയ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞു. ഫലജ്ജ നാസു മിൻ അഹ്ലി ബൈതിഹി. ഇത് കേട്ടപ്പോൾ വീട്ടുകാരോട് പൊട്ടിക്കരഞ്ഞു.
ആ വൈകാരികമായ സാഹചര്യം ഓർത്തപ്പോ അപ്പൊ തങ്ങൾ പറഞ്ഞു, ലാത്തറുഫു, അങ്ങനെ ശബ്ദം ഉയർത്താൻ പാടില്ല. നിങ്ങൾ മയ്യത്തിന് വേണ്ടി നല്ലത് പറയുക, നല്ല ദുആ നടത്തുക, അള്ളാന്റെ റസൂൽ ആജ്ഞാപിക്കണം. എന്നിട്ട് അള്ളാന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി അബൂസലമ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ മരിച്ച വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂസലമക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അബൂസലമക്ക് മഹാന്മാരുടെ കൂട്ടത്തിൽ, അനുഗ്രഹീതരായ ആളുകളുടെ കൂട്ടത്തിൽ സ്ഥാനം, പദവി ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, വഫ്സഹ് ലഹു ഫി ഖബരി, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്, വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, ഞങ്ങൾക്കും അബൂസലമക്കും പുറത്തു തരണേ അല്ലാഹ് പ്രാർത്ഥിക്കണം നബി തങ്ങളും സ്വഹാബത്തും. ഇത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. സ്വഹീഹ് മുസ്ലിമിൽ ലഈഫ ഹദീസില്ലല്ലോ, ദുർബലമായ ഹദീസില്ലല്ലോ. ഇത്ര കൃത്യമായി ഹദീസുകൾ ഓരോ കാര്യങ്ങളും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മരിച്ച മയ്യിത്തിനെ പോയി സിയാറത്ത് ചെയ്താൽ ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വാദങ്ങൾക്ക് ആധാരമാക്കുന്ന ലോകത്തെ പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്റെ ഫത്താവയിൽ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, മാ മിൻ മുഅ്മിൻ യമുറു ബി ഖബ്രി അഖീഹിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ സഹോദരന്റെ ഖബറിന്റെ അരികിലൂടെ ഏതൊരു മുഅ്മിൻ കടന്നു ചെന്നാലും വസല്ലമ അലൈഹി, സിയാറത്ത് ചെയ്ത് സലാം ചൊല്ലിയാൽ, കാന യഅരിഫുഹു ഫി ദുനിയ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ജീവിതകാലത്ത് ഈ സുഹൃത്തിനെ, സന്ദർശകനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇല്ലാ അറഫഹു, ഇപ്പോഴും തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിയാറത്തുകൾ തിരിച്ചറിയുക പോലും ചെയ്യും. ആളെ ബോഡി ദ്രവിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആത്മീയ സാന്നിധ്യം സന്ദർശകനെ തിരിച്ചറിയും. സന്ദർശകൻ പ്രാർത്ഥിക്കുന്നത് അനുഭവിക്കും, അറിയും. കറക്റ്റ് അല്ലേ? ഇതെല്ലാം മാറ്റിമറിച്ച് ഒരു സിയാറത്ത് പോലും ചെയ്യില്ല. ഞാൻ ഫറൂഖ് റൗത്തുൽ അറബി കോളേജ് PGക്ക് പഠിച്ചവനാ. ഇന്നത്തെ ഫാറൂഖ് കോളേജിന്റെ വിശാലമായ ക്യാമ്പസ് ഉണ്ടല്ലോ, മുനമ്പം ഭൂമി വഖഫ് ചെയ്തു എന്ന് പറയുന്ന ആ ക്യാമ്പസിൽ, അതിന്റെ സ്ഥാപകൻ മൗലവി അബുസബാഹ് മൗലവിയാണ്. അബുസബാഹ് മൗലവിയുടെ ഖബർ ആ ക്യാമ്പസിന്റെ അകത്തുണ്ട്, അതിന്റെ പള്ളി തൊട്ടുപ്പുറത്തുണ്ട്. ഞാൻ 2 വർഷം അവിടെ PGക്ക് പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു മനുഷ്യനാണ് അവിടെ സിയാറത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, ഒരൊറ്റ മനുഷ്യൻ. മൗലവിമാരുണ്ട്, അവിടുന്ന് നല്ല സാലറി UGC ശമ്പളം വാങ്ങി സുഖമായ ഖബറിന്റെ അരികിലൂടെ പള്ളിക്ക് 5 വക്തിന് വരുന്നവരുണ്ട്, ജുമാക്ക് വരുന്നവരുണ്ട്, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട്. ഒരു സലാം, ജസ്റ്റ് ഒരു സിയാറത്ത് ഇല്ലേ ഇല്ല. ജീവിതത്തിൽ ഒരു അന്യ മനുഷ്യൻ മാത്രം, പുറത്തുള്ള ഒരു മനുഷ്യൻ ഞാൻ ക്യാമ്പസിൽ വന്ന് സിയാറത്തിന് കണ്ടു, ഒരു ടർക്കിയൊക്കെ തോളിലിട്ടിട്ട്. ഞാൻ മെല്ലെ ചെന്നിട്ട് അവിടെ സലാം പറഞ്ഞു. ആണ് സിയാറത്തിന് പോകുമ്പോൾ, നിങ്ങൾ ആരാണ്, എവിടുന്നാണ് ചോദിച്ചു. ഞാൻ പാലക്കാട് നിന്ന് വരികയാണ്. എവിടെ പോവാണ്? എവിടെ? കോഴിക്കോട് പോകുന്ന വഴിക്കൂടെ ഇറങ്ങിയതാണോ? എന്തേ ഈ ഖബറിലെ മൗലവിയായിട്ട് ബന്ധം എന്ന് വെച്ചു. ഞാൻ മൗലവിൻ്റെ അടുത്ത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ആ ബന്ധമാണ്. നിങ്ങൾ മുജാഹിദാണോ? ഇല്ല, ഞാൻ സുന്നി തന്നെയാണ് അറിവ്. അപ്പൊ മൂപ്പര് നമ്മളെ സുന്നിയ. ആകെ ഒരാളവിടെ സിയാറത്ത് ചെയ്തത് ആള് സുന്നിയാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മൾ വെറുതെ ഇവരുടെ പാടിന് വിട്ടുകൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഇസ്ലാമെന്ന് പറ്റേ തെറിച്ചു പോകും. ഞാൻ ചോദിക്കട്ടെ, ഖാദിയാനി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കേരളത്തിൽ? അവർ ഇന്നലെ മുജാഹിദോ ജമാഅത്തോ ആയിരുന്നു, അല്ലെങ്കിൽ സിമി ആയിരുന്നു. യുക്തിവാദികളായ മുസ്ലിം നാമധാരികളുണ്ടല്ലോ, എക്സ് മുസ്ലിം. ഓരോ മുസ്ലിം നിങ്ങളിങ്ങനെ ഡീറ്റെയിൽ ആയി പരിശോധിച്ചു നോക്കുക. പ്രമുഖരായ ഇന്ന് ഈ സംവാദ രംഗത്ത് ഷുഐബ് ഹൈത്തമിയോടൊക്കെ സംവദിക്കാൻ വരുന്ന ഈ യുക്തിവാദികളായ മുസ്ലിം നാമധാരികളുണ്ടല്ലോ, അവരാരായിരുന്നു? ഇന്നലെ മുജാഹിദായിരുന്നു, ജമാഅത്തായിരുന്നു. സംശയമുണ്ടോ? ഓരോ ആളുകളും നിങ്ങൾ പരിശോധിച്ചു ഞാൻ പേര് ഏറ്റവും ലൈവായി നിൽക്കുന്ന ജാമിദ ആരായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ ജാമിയ ഇടവണ്ണയിൽ പഠിച്ച് അവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ജോലി ചെയ്ത ടീച്ചറായിരുന്നു ജാമിദ ടീച്ചർ. ഇത് ഗൗരവമുള്ള സത്യല്ല. ഇവർ ഇസ്ലാമിന് പോകുന്ന ഉറപ്പ് അള്ളാന്റെ റസൂൽ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അവർ ക്രമാനുഗതമായി ദീൻ തെറിച്ചു പോകും. എങ്ങനെ തെറിച്ചു പോകും? കമാ യംറുഖു സഹ്മു മിനർ റമിയ, ഒരു അസ്ത്രം ഒരു ഉരുവിന് നേരെ എഴുതി വിട്ടാൽ മൂർച്ചയുള്ള അസ്ത്രമാണെങ്കിൽ ആ ഉരുവിനെ തുളച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ എന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മൗനം പാലിക്കണമെന്ന് പറഞ്ഞാൽ മൗനം പാലിക്കാത്തത്. ഈ വിഷയത്തിൽ കോംപ്രമൈസിന് കഴിയില്ല. കാരണം ഇസ്ലാമിൻ്റെ ഒറിജിനാലിറ്റി വരച്ച് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അവിടെ ആരെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി, അവരുമായി അനുരഞ്ജനം സാധ്യമല്ല. ഈ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ പോരാ, ഇത് മാത്രമാണ് ശരിയെന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഗൗരവമുള്ള സത്യ.
നിങ്ങൾ ഓർത്തു, ചരിത്രത്തിൽ എല്ലാ ബിദഈ പ്രസ്ഥാനങ്ങളുടെയും സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പരസ്പരം സാമ്യതയുണ്ട്. പിന്നെ ചില മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, ചില ജമാഅത്തിൻ്റെ ആളുകളൊക്കെ നമ്മൾ പറയും അവർക്ക് നല്ല ആത്മാർത്ഥമുള്ള ആളുകളാണ്, എന്തായാലും അവർ ആശയം പ്രേക്ഷിതാണെങ്കിലും 5 നേരം നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സത്യസന്ധമുണ്ട്, നല്ല മനുഷ്യന്മാരാണെന്ന് പറയും. സഹോദരന്മാർ, അതിലൊന്നും യാതൊരു കാര്യമില്ല. ലോകത്തെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ ബിദഈ പ്രസ്ഥാനം ഒന്നാണ് മുഅ്തസിലി പ്രസ്ഥാനം, മറ്റൊന്നാണ് ഖവാരിജ് പ്രസ്ഥാനം. ഈ ഖവാരിജ് പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ കാണാം, അവർ വലിയ ഭക്തന്മാരായിരുന്നു. ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഷബാബ്, അവർ ഈ ചെറുപ്പക്കാരാ. മുഗ്തഹിലൂന ഫി ഷബാബിഹിം, യൗവനമുണ്ടെന്നതോടൊപ്പം തന്നെ ഒരു മധ്യവയസ്കന്റെ പക്വതയും വിവേകവുമുള്ള നല്ല ചെറുപ്പക്കാർ. ഗലീലതൻ അനിശ്ശർരി അഅ്യുനുഹും, ഹറാമായ കാര്യം കണ്ടാൽ, ഇസ്ലാമിലെ വിലക്കപ്പെട്ട കാര്യം കണ്ടാൽ ദൃഷ്ടി താഴ്ന്നു പോകും. ഒരു അന്യ പെണ്ണിനെ കണ്ടാൽ നോക്കി നിൽക്കുക, ഉടനെ കണ്ണു താഴ്ത്തും. ഫഖീരതൻ അനിൽ അർജുലി അനിൽ ബാത്തിൽ അർജുലുഹും, തെറ്റായ കാര്യങ്ങളെ കാലുകൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ പോകൂല, കാല് ഭാരമായിരിക്കും, ആ കാലൊരു അടി മുന്നോട്ട് വെക്കൂല, പോകൂല ഹറാമിലേക്ക്. വൈദാ മർറൂ ബി ആയത്തിൻ മിൻ ദിക്രിൽ ജന്ന, അവർ ഖുർആൻ ഇങ്ങനെ ഓതിയിരിക്കും, ഓതി സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന ആയത്തിലൂടെ കടന്നുപോയാൽ ബകാ ശൗഖൻ ഇലൈഹാ, ആ സ്വർഗത്തിലേക്കുള്ള അമിതമായ താല്പര്യം കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോകും. വൈദാ മർറൂ ബി ആയത്തിൻ മിൻ ദിക്രിൻ നാർ, നരകത്തെ കുറിച്ച് പറഞ്ഞ ആയത്തിനെ പരാമർശിക്കുന്ന ഭാഗത്തിലൂടെ കടന്നുപോയാൽ അവർ ഷഹിഖത്തൻ വാഹിദ കഅന്ന സഫീറ ജഹന്നം ബൈന യദൈഹി, ഒരൊറ്റ അട്ടഹാസ, നരകത്തിന്റെ ആരവം, ആ ഭീകരമായ ആരവം തൻ്റെ മുമ്പിൽ നേർക്കുനേരെ ചെവിയിൽ കേട്ടതുപോലെ. ഇമ്മാതിരി ഭക്തന്മാരായിരുന്നു. പക്ഷെ ആ ഖവാരിജ് പ്രസ്ഥാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഉടലെടുത്തത്. അലി റളിയല്ലാഹു അൻഹു അനുരഞ്ജനത്തിന്റെ മാർഗത്തിലെ നേർപാതയിലേക്ക് കൊണ്ടുവരാൻ അവർ ചർച്ച നടത്തി, സംവാദം നടത്തി. അവർ പിൻവാങ്ങുന്നില്ലെന്ന് കണ്ട് ബാക്കി നിൽക്കുന്ന ആളുകൾ, പിൻവാങ്ങാത്ത ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തി. എന്നാൽ ഇതുപോലെ ക്യാമ്പയിൻ നടത്തിയത്, അവരെ യുദ്ധം ചെയ്തുകൊണ്ട്, കൊലപ്പെടുത്തിക്കൊണ്ട്, അടിച്ചമർത്തി ആ ഭീകര പ്രസ്ഥാനത്തെ തുടച്ചു മാറ്റി. എന്തേ പ്രശ്നം? ബിദഈ പ്രസ്ഥാനം ഇസ്ലാമിന്റെ നേർപാത വ്യതിചലിച്ചു. അപകടകാരികളാ. അവർ നിലനിന്നാൽ ഇസ്ലാമിന് നശിക്കും, ഇസ്ലാമിന് പരിക്കേൽക്കും, ഒറിജിനൽ ഇസ്ലാം നഷ്ടപ്പെടും. അവരെ പ്രധാന ആശയം എന്തായിരുന്നു? പ്രധാനമായ ആശയം ഇതിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, അധികാരം അള്ളാഹുവിന് മാത്രം, അധികാരം അള്ളാഹുവിന് മാത്രം. അതിനല്ലേ ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം. ഇതിൽ ഹുക്കുമു ലില്ലാഹ് സെയിം ആശയമാണല്ലോ അവർ പറയുന്നത്. ഇസ്ലാമിക ഭരണകൂടം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ, മറ്റ് ഭരണകൂടങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഇപ്പൊ അംഗീകരിക്കാൻ ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ആശയം അങ്ങനെ തന്നെയല്ലേ അവരുടേത്. ഇത് മാത്രമല്ല, ഏത് പ്രസ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ നല്ല പണ്ഡിതന്മാരാണ്, തഖ്വയുള്ളവരാണ്, നല്ല ഭക്തി ഉള്ളവരാണ്. പക്ഷേ ആദർശത്തിൽ വ്യതിചലിച്ചാൽ അവരെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പൂർവികർ പഠിപ്പിച്ച പാഠമാണ്. കാരണം ഇസ്ലാം ഒറിജിനൽ അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിൽ കൈവെക്കാൻ ഒരാൾക്കും അവകാശമില്ല. മുഅ്തസിലി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മുഅ്തസിലി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഇതൊന്നും പുതിയതല്ല കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ തൊട്ട് ഉടനെയൊക്കെ വന്ന പ്രസ്ഥാനങ്ങളാണ് മുഅ്തസിലി പ്രസ്ഥാനം. അവർ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ബക്കറ്റ് പിരിവുണ്ട് അല്ലേ? നമ്മുടെ പ്രവർത്തകർക്ക് സാമ്പത്തികമായ പിൻബലം നമ്മൾ കൊടുക്കൽ ആവശ്യമാണ്. ഒരുപാട് ആളുകൾ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചു, സംഭാവന ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും കാശ് ഷോർട്ട് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഒരു കളക്ഷൻ നടത്തുന്നത്. നല്ല സംരംഭമാണ്. ഇതാണ് ദീൻ്റെ ഒറിജിനാലിറ്റി ഈ പുതിയ തലമുറക്ക് കൈമാറി കൊടുക്കുക. അതാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജിഹാദ്. പ്രത്യേകിച്ച് റജബ് മാസമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ഈ റജബ് മാസം വന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അള്ളാഹുവേ, റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ, ഷഅബാനിലും ബറക്കത്ത് ചെയ്യണമേ, തൊട്ടടുത്ത് റമദാനാണ്, റമദാനിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരണമേ എന്ന്. വല്ലാത്തൊരു പ്രാർത്ഥന അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ റമദാനെ സ്വാഗതം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംരംഭവുമായും ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുന്ന എല്ലാ ആളുകളിലും അള്ളാഹു നല്ല അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. സഹായിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധിയും ഐശ്വര്യവും നൽകി നമുക്കും അവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മുഅ്തസിലി പ്രസ്ഥാനം ആദ്യകാലത്തെ മറ്റൊരു പ്രസ്ഥാനം മുഅ്തസിലി പ്രസ്ഥാനം. ഈ മുഅ്തസിലി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത,
അവരുടെ പുതിയ വാദങ്ങൾ, ഒരു വാദം യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുക, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നാണ്. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഹദീസും മനുഷ്യൻ്റെ ബുദ്ധിയും പരസ്പര വിരുദ്ധമായാൽ ഹദീസിനെ തള്ളും, മനുഷ്യൻ്റെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും. അല്ലെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു ഹദീസും മനുഷ്യൻ്റെ ബുദ്ധിയും തമ്മിൽ പരസ്പര വിരുദ്ധമായാൽ നമ്മുടെ ബുദ്ധി പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത് ശരിയല്ല, പക്ഷേ ഹദീസ് സ്വഹീഹാണ്, അപ്പം ഹദീസ് തള്ളും, ശാസ്ത്രത്തെ നമ്മൾ ശരിവെക്കും. ഈ നിലയിൽ ശാസ്ത്രത്തിനും ബുദ്ധിക്കും അമിത പ്രാധാന്യം കൊടുക്കുന്ന വിഭാഗമാണ് മുഅ്തസിലി പ്രസ്ഥാനം. അതല്ല ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി. എത്രയോ ഹദീസുകൾ ഇന്നത്തെ അഭിനവ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പേരിൽ, ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പേരിൽ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെന്നതിന് പേരിൽ തള്ളിക്കളഞ്ഞിട്ടില്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അന്നത്തെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ തനിപ്പകർപ്പുകളാണ് ഇന്നത്തെ പ്രസ്ഥാനങ്ങൾ. അവർക്ക് പുതിയ വാദങ്ങൾ അഡീഷണൽ വന്ന് ചേർന്നിട്ടെന്ന് മാത്രം. ഇക്കഴിഞ്ഞ മുജാഹിദ് സംസ്ഥാന സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കോഴിക്കോട് നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു മൗലവി തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിച്ചു. എന്താണ് ഹദീസ്? ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദികും ഫൽയഗ്സിലു സബ്അ മർറാത്ത് ഉലാഹുന്ന ബിത്തുറാബ്. നിങ്ങളുടെ പാത്രത്തിൽ ഒരു പട്ടി തലയിട്ടാൽ ആ പാത്രം നിങ്ങൾ 7 തവണ കഴുകണം, 1 തവണ മണ്ണ് കൊണ്ടായിരിക്കണമെന്ന്. ഈ ഹദീസ് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഹദീസ് സ്വഹീഹാണ്. പക്ഷേ ആ ഹദീസ് ശാസ്ത്രത്തിന് നിരക്കാത്തതായതുകൊണ്ട്, ബുദ്ധിക്ക് നിരക്കാത്തതായതുകൊണ്ട് നമുക്ക് ആ ഹദീസ് സ്വീകാര്യമല്ല. ഇത്തരം ഹദീസുകൾ കടക്കാലത്ത് കടന്നുകൂടിയതായിരിക്കും, പ്രവാചകരെ തെറ്റിദ്ധരിപ്പിക്കാനിടയാക്കും, അതുകൊണ്ട് ആ ഹദീസ് തള്ളിക്കളയും എന്ന് പറഞ്ഞു. കാരണം മൗലവി ഇത്ര പ്രായം ചെന്ന ആളാണ്. അത് നേരത്തെ വായിച്ച ശാസ്ത്ര പഠനങ്ങളനുസരിച്ച് ഈ ഹദീസ് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെടാത്തതായതുകൊണ്ട് തള്ളിക്കളയണമെന്ന് അദ്ദേഹം പഠിച്ചു വച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ മൗലവിമാർക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ ഈ ഹദീസ് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ പുതിയ തലമുറക്കറിയാം. ഞാൻ സൂചിപ്പിച്ച ഹദീസ് ഈ വായിച്ച ഹദീസല്ല, ജസ്റ്റ് തിരുത്തണം. ഈ പറയുന്ന ഹദീസ് ഏതാണെന്ന് വെച്ചാൽ, ഇദാ വഖഅൽ സുബാബു, ഒരു ഈച്ച നിങ്ങൾ കുടിക്കുന്ന പാത്രത്തിൽ വീണാൽ ഫൽയഗ്മിസ്ഹു, ആ ഈച്ചയിൽ മുക്കട്ടെ, എന്നിട്ടത് പുറത്തേക്കിടട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസാ, അള്ളാൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമാണ്. നമ്മൾ ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു ഈച്ച അതിൽ വന്ന് വീണു. എന്നാൽ ആ ഈച്ചനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ചായ കുടിക്കാൻ പാടില്ല, ഈച്ചനൊന്ന് മുക്കിയിട്ട് പുറത്തേക്ക് ഇടണം. മനുഷ്യൻ്റെ സാധാരണ ബുദ്ധിക്ക് വഴങ്ങൂല. ഇതാണ് മൗലവി ഹദീസ് പറഞ്ഞത്. ജസ്റ്റ് തിരുത്തണേ, ആ ഹദീസ് മൗലവി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും വഴങ്ങാത്ത ഹദീസാണത്, അതുകൊണ്ട് ഈ ഹദീസ് തള്ളിക്കളയണം, ഹദീസ് നിരാകരിക്കണമെന്ന്. പക്ഷേ അവിടെ ചെന്ന സ്റ്റേജിലിരിക്കുന്ന മറ്റു ചില മൗലവിമാർക്കറിയാം, പഴയ കാലത്തായിരുന്നു ഹദീസ് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ്, അബദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. പുതിയ കാലഘട്ടത്തിലെ പുതിയ പഠനങ്ങൾ തിരിച്ച് ഈ ഹദീസിൻ്റെ സാധൂകരിക്കുന്ന വിധത്തിൽ ഈച്ചയിലുള്ള ചില പ്രത്യേകതകൾ കണ്ടെത്തിയിരിക്കുന്നു. ആ ഈച്ചയിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരുപാട് കഴിവുകളുള്ളതുകൊണ്ട് പല ആൻറ്റിബയോട്ടിക് മെഡിസിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈച്ചയിൽ നിന്നാണ്. അപ്പം തങ്ങൾ ഉദ്ദേശിച്ചത് ഈച്ച അതിൽ വീണാൽ അതിൽ ഒരു വിഷത്തിൻ്റെ അംശം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ പ്രതിരോധ മരുന്ന് ആൻറ്റിബയോട്ടിക് മറുഭാഗത്തുണ്ട്, മുക്കിക്കളഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല എന്നാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ മൗലവി ഇപ്പം ഹദീസോട് പറയാണ്ടില്ലായിരുന്നു, തള്ളിക്കളയേണ്ടതില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയ തുടർന്ന് ഉടനെ തന്നെ മറ്റൊരു മൗലവി മൈക്കിൽ വന്നുകൊണ്ട് തിരുത്തി. ആ ഹദീസിനെ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. ഹദീസ് ശാസ്ത്രീയമാണോ അല്ലേ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം. കാരണം നേരത്തെ ഈ ഹദീസ് ദുർബലമാണ്, ശാസ്ത്രത്തിന് വിരുദ്ധമാണ്, ബുദ്ധിക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു സത്യം. പക്ഷെ ഇന്നത് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഹദീസ് തള്ളാൻ പാടില്ല എന്ന്. ഞാൻ ഒറ്റ സ്റ്റേജിൽ വെച്ച് നടന്ന ഉദാഹരണമാണ്, ഒരു ലോക്കൽ പരിപാടിയിലെ പ്രഭാഷണമല്ല. ഇക്കഴിഞ്ഞ മുജാഹിദ് സംസ്ഥാന സമ്മേളന വേദിയിൽ നടന്ന ചർച്ചയാണ്, സംവാദമാണ്, അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണ്, പ്രഭാഷണങ്ങൾ ഒരൊറ്റ ഹദീസിനെ കുറിച്ച്. നോക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് വഴങ്ങോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. സാന്ദർഭികമായി ഞാൻ നോക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്. ഞാൻ ആ ഹദീസ് ജസ്റ്റ് ഈ അടുത്ത കാലത്താണ് വായിച്ചത്. ഒരു സംഭവം, അമേരിക്കയിലെ
ഒരു പ്രമുഖ സയൻറ്റിസ്റ്റാണ്, മൈക്രോബയോളജിയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനാണ് സാം റോബർട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അയാളെക്കുറിച്ച് ഞാൻ വായിച്ചതാണ്. ആ അമേരിക്കയിലെ ഈ ശാസ്ത്രജ്ഞൻ ഈജിപ്ത് സന്ദർശിക്കാൻ പോയി. ഈജിപ്ത് സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹം തൻ്റെ ചില സുഹൃത്തുക്കളുമായി, മുസ്ലിം സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഹദീസ് ചർച്ചയ്ക്കിടയാക്കി. ഇതാ വലവൽ കൽബു ഫീ ഇനാഇ അഹദിക്കും, നിങ്ങളൊരാളെ പാത്രത്തിൽ പട്ടി തലയിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൽ യഗ്സിൽഹു സബ്അ മറാത്ത്, 7 പ്രാവശ്യം ആ പാത്രം കഴുകണം. ഊലാഹുന്ന ബിത്തുറാബ്, ഒരു തവണ മണ്ണ് കൊണ്ടായിരിക്കട്ടെ. ഇയാൾ ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞനാണ്, സാം റോബർട്ട്. ഇയാളെ മനസ്സിനെ അത് പിടിച്ചുറച്ചു. അങ്ങനെ എന്താ പ്രവാചകൻ പറയാൻ കാരണം? അയാൾ മനസ്സിൽ വെച്ചു, നാട്ടിൽ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. പട്ടി തലയിട്ട പാത്രം അദ്ദേഹം നന്നായി സോപ്പ് ഉപയോഗിച്ച് ഉരച്ച് തേച്ച് കഴുകി. സാധാരണ വെള്ളം കൊണ്ടല്ല, 7 തവണ അദ്ദേഹം ഉരച്ച് തേച്ച് കഴുകി. എന്നിട്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അദ്ദേഹം നിരീക്ഷണം നടത്തി. ധാരാളം ബാക്ടീരിയകൾ, നായ തൊട്ട സ്ഥലത്തുള്ള ആ ബാക്ടീരിയകൾ അതേപടി നിലനിൽക്കുന്നുണ്ട്, ഒന്നും പോയിട്ടില്ല, അപ്രത്യക്ഷമായിട്ടില്ല. ശേഷം അദ്ദേഹം ഇതേ പാത്രം, നായ തലയിട്ട പാത്രം, അദ്ദേഹം 6 തവണ വെള്ളം കൊണ്ട് കഴുകി, 1 തവണ മണ്ണ് ചേർത്ത വെള്ളം കൊണ്ട് കഴുകി. ശേഷം അദ്ദേഹം ലബോറട്ടറിയിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ മില്യൺ കണക്കിന് ബാക്ടീരിയകൾ മുഴുവനും അപ്രത്യക്ഷമായിരിക്കുന്ന അത്ഭുതകരമായ കാര്യം കണ്ടപ്പോൾ അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകൾ സംഭവിച്ച വാർത്തയാണ് ഇത്. ഞാൻ സൂചിപ്പിച്ചത് ഹദീസുകൾ എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വാക്കുകളാണ്. തങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഒമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ, അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു വാക്കും സ്വന്തം ഉച്ചരിക്കില്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വഹി അനുസരിച്ചല്ലാതെ, ദിവ്യ സന്ദേശം അനുസരിച്ചല്ലാതെ. അതുകൊണ്ട് കണ്ണും ചിമ്മി ഖുർആനും ഹദീസും സ്വീകരിക്കണം, അത് നിഷേധിക്കാൻ പാടില്ല. ചിലത് സ്വീകരിക്കും, ചിലത് തള്ളിക്കളയുകയും ചെയ്യുന്ന, ബുദ്ധിക്കനുസരിച്ച് പ്രമാണങ്ങൾ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അനുസരിച്ച്, ശാസ്ത്ര നിഗമനത്തിനനുസരിച്ച് പ്രമാണങ്ങൾ തള്ളിക്കളയുന്ന രീതി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ധാരാളമായി സ്വീകരിച്ചിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ തള്ളിക്കളയുന്ന പ്രവണത അത്യന്തം അപകടകരമാണ്. കാരണം ശാസ്ത്രീയമായി പിൽക്കാലത്ത് ഇവർ തള്ളിക്കളഞ്ഞ ഹദീസ് അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 സാമ്പിൾ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ബാധിച്ചു. സിഹിർ മാറണം, അതൊക്കെ അന്ധവിശ്വാസമല്ലേ? അത് ഖുറാഫാത്തല്ലേ? സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ അസഹുൽ കുതുബ് ബഅദ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഇസ്ലാമിക ലോകത്തെ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ഒരൊറ്റ ലഈഫായ ഹദീസ് അതില്ല. പക്ഷേ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്വഹീഹുൽ ബുഖാരിലെ ഹദീസുകൾ തള്ളിക്കളയുകയാണ്, കണ്ണും ചെമ്മിക്കാൾ തള്ളിക്കളയുകയാണ്. അതിലൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചു എന്ന ഹദീസ്. എന്താ ഹദീസിലുള്ളത്? ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചൊരു കാര്യം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഞാനൊരു കാര്യം ചെയ്തു എന്ന് തോന്നും എനിക്ക്, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനെ ചില അനുഭവങ്ങൾ എനിക്കുണ്ട്, എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, എനിക്കെൻ്റെ കാര്യം പിടികിട്ടിയിട്ടുണ്ട്, നമ്മുടെ സംശയത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ തലയുടെ അടുക്കൽ ഒരാളിരുന്നു, എൻ്റെ കാലിൻ്റെ ഭാഗത്ത് മറ്റൊരാളിരുന്നു. കാലിൻ്റെ ഭാഗത്തുള്ള ആൾ തലയാളുടെ അടുത്തുള്ള ആളോട് ചോദിച്ചു, മാലി ഹാദർ റജുൽ, ഇദ്ദേഹത്തിന് എന്താണ് കേസ് എന്ന് ചോദിച്ചു. മഹാനായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ പ്രശ്നം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മത്ബൂബ് എന്നാണ് മറ്റേ ആൾ. ആൾക്ക് മാരണം ബാധിച്ചിട്ടുണ്ട്, സിഹിർ ബാധിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന് മാരണം സംഭവിച്ചത്? ഇന്ന സാധനങ്ങളിൽ ഒരു സിഹിർ ചെയ്ത് ഇന്ന സ്ഥലത്തെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്നാണ്. ആരാണ് സിഹിർ ചെയ്തതെന്ന് ചോദിച്ചു. ലബീദ് ബിൻ ആസിം അൽ യഹൂദി, ജൂതനായ ലബീദ് ബിൻ ആസിം എന്ന വ്യക്തിയാണെന്നാണ്. ഇതറിഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടി ഉണർന്നു. ആയിഷ ബിയെ സന്തോഷത്തോട് വിളിച്ചു, ആയിഷ, പ്രശ്നത്തിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നേരെ നബി തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് ആ കിണറിൻ്റെ അടുത്തേക്ക് പോയി. നോക്കുമ്പോൾ ആ കിണറിലെ വെള്ളം
മൈലാഞ്ചി കളറായി മാറിയിട്ടുണ്ട്, വിവർണമായിട്ടുണ്ട്. അതിൻ്റെ വക്കത്തുള്ളൊരു ഈന്തപ്പനയുടെ അതിൻ്റെ മുകൾ ഭാഗത്തെ പട്ടകളൊക്കെ ഏകദേശം ശൈത്താന്മാരുടെ തലകളെ പോലെ ഹദീസിലുള്ളത് ആ നാലും വികൃതമായിട്ടുണ്ട്. അതിൻ്റെ ഭീകരത കൊണ്ട് ആ സിഹിറിൻ്റെ അത് പുറത്തെടുത്തു, കുഴിച്ചിട്ടു. തുടർന്നാണ് സൂറത്ത് ഉൽ അഊദു ബിറബ്ബിൽ ഫലഖും ഉൽ അഊദു ബിറബ്ബിൻ നാസും ഇറങ്ങിയത്. അതിൽ ഓരോ ആയത്തും ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ ഒരു കെട്ട്, ഓരോ കെട്ട് അഴിഞ്ഞു പോയതുപോലെ പൂർണ്ണമായും അത് ഓതി മന്ത്രിച്ചതോടുകൂടി സമ്പൂർണ്ണമായും ഞാൻ ആ സിഹിറിൽ നിന്ന് മോചിതനായി എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് സംഭവമാണ് സിഹിറിൻ്റെ ഹദീസ്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു നമ്മുടെ ബുദ്ധിക്കത് വഴങ്ങൂല, അത് തള്ളിക്കളയുന്നു. ഈ നിലക്ക് മുന്നോട്ട് പോകുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് നമ്മൾ മൗനം പാലിക്കണമെന്നാണോ സഹോദരന്മാർ നിങ്ങൾ പറയുന്നത്? അവർക്കെതിരെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണോ പറയുന്നത്? അവരെ ഈ വിധത്തിൽ സ്വതന്ത്ര ചിന്തകളുമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അത് അത്യന്തം അപകടകരമായിരിക്കും. ഇത് തന്നെയാണ് CIC വിഷയത്തിലൊക്കെ നമ്മളെ ആൾക്കാരിൽ എന്തിനാണ് സമസ്ത പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. CIC വിഷയത്തിൽ അത് വാഫി വഫി എന്നാണ് സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ്. അത് മാത്രമല്ല സമസ്തക്കുള്ളത് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസി, ഫൈസി, ദാരിമി ഒക്കെ വിവിധ ബ്രാഞ്ചുകളുണ്ട്. അഷാരി, അസാദി, ഇർഫാനി, ഒരുപാട് ഹസനി, നിരവധി വിദ്യാഭ്യാസ ഏജൻസികൾ സമസ്തക്കുണ്ട്. വാഫി വഫിയ പ്രസ്ഥാനത്തിന് ആദർശ രംഗത്ത് ചില ചാഞ്ചല്യങ്ങൾ കണ്ടപ്പോൾ സമസ്ത ഇടപെട്ടു. സമസ്ത ഇടപെടണമല്ലോ. അത് സ്വന്തക്കാരെങ്കിൽ കണ്ണു ചുമ്മാൻ പറ്റുമോ? പറ്റൂല. അവിടെയാണ് സമസ്ത കേരള, അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ആരോടും വിരോധമില്ല, ആരോടും പ്രത്യേക വിധേയത്വമല്ല. ദീനിന്റെ നേരായ മാർഗം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നേർദിശയിലൂടെ ചലിപ്പിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സമസ്ത നിർവഹിക്കട്ടെ. സമസ്ത നിർവഹിക്കുന്നതിൽ ആരാണ് നിർവഹിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നിട്ട് നിർവഹിക്കുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനിക്കാർ നിർവഹിക്കാൻ സാധിക്കുമോ? CPM നിർവഹിക്കാൻ സാധിക്കുമോ? CPIക്ക് നിർവഹിക്കാൻ സാധിക്കുമോ? സാമൂഹ്യ സാംസ്കാരിക സംഘങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമോ? ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ, ആ പരിശുദ്ധമായ ദീനിന് പോർലേൽക്കുന്ന സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ, അതിൻ്റെ കാര്യത്തിൽ നിതാന്തര ജാഗ്രത പുലർത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്തം? ആ പണ്ഡിതന്മാരുടെ സംഘടനയല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. ആലിമീങ്ങൾ എന്നാൽ അള്ളാഹുവിൻ്റെ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അനന്തരാവകാശികൾ. സ്വഹീഹ് ഹദീസ് അല്ലേ? വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ. പ്രവാചകന്മാർ സ്വർണ്ണ നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല, വെള്ളി നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല. വൈന്നമാ വറസുൽ ഇൽമ. അവർ അനന്തരാവകാശമായി തന്നത് ഈ ഇസ്ലാമിക വിജ്ഞാന സമ്പത്താ. ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശികളാരാ? ആലിമീങ്ങളാ. ആ ആലിമീങ്ങൾ അമ്പിയാക്കൾ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. അവരെ കൂട്ടായ്മയല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എവിടെയാണോ പാകപ്പിഴകാണെന്ന് അവിടെ തിരുത്തണ്ടേ? ഈ കൊടുവള്ളിക്കടുത്ത് ത്വരീക്കത്തുണ്ടായിരുന്നു, കൊരൂർ ത്വരീക്കത്ത്. ഈ കൊരൂർ ത്വരീക്കത്തിൽ വന്ന ആ ഷെയ്ഖിന്റെ പ്രത്യേകത എന്തായിരുന്നോ? ആ ത്വരീക്കത്തിൽ ചേർന്നാൽ ആണും പെണ്ണും പരസ്പര സഹോദരങ്ങളായി ഇന്ന് പരസ്പരം സ്പർശിക്കാം, ദർശിക്കാം, ഒരു തടസ്സവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില ദിക്റുകളും മന്ത്രങ്ങളും മാത്രം ജപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം, നിസ്കാരം ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചിരുന്ന ത്വരീക്കത്ത് പ്രത്യക്ഷപ്പെട്ടു. സമസ്ത പഠിച്ചു, ഇടപെട്ടു, തിരുത്തി. സമസ്ത തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പക്ഷെ വലിയ ഭാഗം അതിൻ്റെ ആളുകളായിരുന്നു. ഇന്ന് അതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? മലപ്പുറം തിരൂർ ഭാഗത്തിന് ത്വരീക്കത്തിനാണ് ചോറ്റൂർ ത്വരീക്കത്ത്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പ് കിട്ടുന്നവരെ ശരിക്കും ഇബാദത്ത് ഏകദേശം ഞാൻ ഉറപ്പായി സമ്പൂർണ്ണമായി എന്ന് മനസ്സിലാക്കിയ പിന്നെ ഇബാദത്ത് നിർത്താമെന്ന് പഠിപ്പിച്ച ത്വരീക്കത്ത്. സമസ്ത പഠിച്ചു, ഇടപെട്ടു, തീരുമാനിച്ചു. ഇല്ലേ? ഖാദിയാനി പ്രസ്ഥാനം. ഖാദിയാനി പ്രസ്ഥാനത്തെ ലോക ചരിത്രത്തിൽ ആദ്യം എതിർത്ത സംഘടന ആരാണ്? ഖാദിയാനി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെന്നല്ലേ ഒറ്റ നമുക്ക് തോന്നുക. മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കൂടി എക്സ്ട്രാ ഒരു പ്രവാചകനാണെന്നുള്ള പ്രധാന വിശ്വാസം. ഈ വിശ്വാസവുമായി പഞ്ചാബിൽ നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ട ഈ പ്രസ്ഥാനത്തെ സമസ്ത പഠിച്ച് കൃത്യമായി മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി ഇവർ മുസ്ലിങ്ങളല്ല, ഇവർ ഇസ്ലാമിക വർത്തത്തിന് പുറത്താണ്, കാഫറുകളാണ് എന്ന്. മുജാഹിദ് മിണ്ടിയോ? എത്ര കാലം കിട്ടാ മുജാഹിദ് അംഗീകരിക്കാൻ തയ്യാറായത്? പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്. കാരണം 5 നേരം നിസ്കരിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് മുസ്ലിം അല്ലാതെ പറയാൻ കഴിയില്ല എന്നവരുടെ വാദം. സമസ്ത പഠിച്ചു, മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. കൂടുതൽ വൈകാതെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും സൗദി അറേബ്യയിൽ ദാറുൽ ഇഫ്താ അവിടുത്തെ ഫത്വ കമ്മിറ്റി ഖാദിയാനികൾ അഹമ്മദിയാക്കൾ കാഫറുകളാണെന്ന് തീരുമാനിച്ചു. അവർക്ക് ഹജ്ജിനും ഉംറക്കും വിസ അനുവദിക്കൽ നിർത്തിവെച്ചു. തുടർന്ന് പാകിസ്ഥാൻ ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു
ഇതാണ് സമസ്ത. തെറ്റായ പ്രവണത കാണുമ്പോൾ പഠിച്ച് തീരുമാനിച്ച് ജനസമക്ഷം ബോധ്യപ്പെടുത്തുന്ന രീതി. ഈ അടുത്ത കാലത്തല്ലേ ആലുവ ഷെയ്ഖ് സമസ്ത തീരുമാനം എടുത്തത്? സമസ്ത എടുത്തൊരു തീരുമാനം തിരുത്തേണ്ടി വന്നിട്ടില്ല. ആലുവ സുൽത്താൻ എന്ന് പറഞ്ഞ ഷെയ്ഖ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. ആ ഷെയ്ഖ് പുതിയ ചില വാദങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. ആളുകളെ വശീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വശീകരണ വിദ്യ ഉണ്ടാവും. എന്താ വശീകരണ വിദ്യ? നമ്മൾ കാണാത്തൊരു ശക്തി അപ്പുറത്തുണ്ട്, പിശാച്, ശൈത്താൻ. അതല്ലേ നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോൾ ചൊല്ലേണ്ട എന്താ? ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുവിന്റെ ഇന്ദ്രനാമത്തിൽ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു ആൺപിശാചുകളെയും പെൺപിശാചുകളെയും ഉപദ്രവത്തിൽ നിന്ന്. ആൺപിശാചുകളും പെൺപിശാചുകളും രണ്ടും മാലിന്യമാണ് ഇവർക്ക് ഇഷ്ടം. കാരണം നല്ലിൻ്റെ ആളുകൾ പിശാചുകളെ ദുഷിച്ച സ്ഥലങ്ങളും ദുഷിച്ച മേഖല അങ്ങാടികളൊക്കെ കൂടുതലുണ്ടാവും പിശാച്ച്. അതുകൊണ്ട് അങ്ങാടികൾ അധികം നിൽക്കരുത് എന്ന് പറയാൻ കാരണം ഹദീസിലുണ്ട്. അപ്പോൾ ഈ ദുഷിച്ച വർഗമാണ് പിശാച്ച്. ഈ അഭിശപ്തമായ പിശാചിൽ നിന്ന് അഭയം തേടിക്കൊണ്ടേ അങ്ങോട്ട് പ്രവേശിക്കാവൂ. നമ്മൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസാ. അവിടെ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചു. ഈ ഹദീസങ്ങൾ വെച്ചിട്ട് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അവർ എഴുതി ചേർത്തു, ഇവിടെ ആൺപിശാചുകൾ പെൺപിശാചുകൾ എന്നതിന് മലിന വസ്തുക്കൾ എന്നർത്ഥം വെക്കേണ്ടതാണ്. കാരണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അവിടെ കൂസിൽ പിശാച്ചുണ്ടാവും, എന്ത് പിശാച്ച്, അങ്ങനെ പിശാച്ചൊന്നുമില്ല എന്ന് പറയുന്ന പാർട്ടിയല്ലേ ഇവര്. അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഇന്ന് അതൊക്കെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഹദീസോദി പിശാച്ചിൽ നിന്ന് അഭയം തേടുന്നു. പിശാച്ചിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം പിശാചുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇത്തരം പിശാചിൻ്റെ മാർഗങ്ങളിലേക്ക് പോകാനിടയാക്കുന്ന ഈ ദുർവ്യാഖ്യാനങ്ങളുമായി ഇത്തരം പിശാചിൻ്റെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ അവർക്ക് ചില പ്രത്യേക അറിവുകൾ പിശാചിന് നൽകാൻ സാധിക്കും. അത്ഭുതങ്ങൾ പിശാചിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഹദീസിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഒക്കെ ഖുർആനിലും ഹദീസിലുണ്ട്. നമുക്ക് കഴിയാത്ത ചില കഴിവുകൾ പിശാചിനുണ്ട്. ഇപ്പോൾ പിശാചിനെ പൂജിക്കുന്ന ഒരു പൂജാരിയുടെ അടുക്കൽ നമ്മൾ ചെന്നാൽ, നമ്മൾ തലവേദനയായിട്ട് പോകാൻ പല സ്ഥലത്തും പോയി ആ പൂജാരിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ സുഖമുണ്ട് അത്രേ എന്ന് പറഞ്ഞിട്ട് ചെന്നാൽ നമുക്ക് അത്തരം ആളുകളൊന്നും സമീപിക്കാൻ ലിമിറ്റുണ്ട്. നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം രോഗങ്ങൾക്ക് ആത്മീയമായ ചികിത്സാ രീതികൾ ഇസ്ലാം തന്നെ പഠിപ്പിച്ചാൽ അവിടെയാണ് ഉറുക്കും മന്ത്രവും ഈ പറയുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഇവർ നിരാകരിക്കുന്ന. അദ്ദേഹം ചെന്ന പാട് നോക്കിയിട്ട് പറഞ്ഞാൽ 12 വർഷമായി തലവേദന തുടങ്ങിയിട്ടില്ലേ? ഒരുപാട് സ്ഥലത്ത് പോയില്ലേ? അപ്പോൾ ഇയാൾ അതോടെ ഒരു വീണു. കറക്റ്റാ 12 വർഷമായി തലവേദന തുടങ്ങിയിട്ട്, നിൽക്കാത്ത തലവേദന. ഇത് പിശാചിനെ സൂചിക്കുന്ന ആളുകൾക്ക് ഇത് പിശാചിനെ ധരിപ്പിക്കാൻ സാധിക്കും പൂജാരിക്ക്. ഈ തരത്തിൽ അത്ഭുത വിദ്യകൾ കാണിക്കുന്ന പേരിൽ ഇത്തരം ആളുകളെ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും? വഞ്ചിക്കപ്പെടും. സുൽത്താൻ എന്ന് പറയുന്ന ആലുവയിലെ ഷെയ്ഖിനെ കുറിച്ച് സമസ്ത പഠിച്ചു എന്ന് മാത്രമല്ല, ആൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. നേരിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആലുവയിലുള്ള അദ്ദേഹത്തിന്റെ വീടല്ല, പുറത്തൊരു വീട്ടിൽ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ വരുത്തി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈ സംശയങ്ങൾക്ക് ന്യായവാദങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സംശയങ്ങൾ മറുപടി ഞാൻ എഴുതിത്തരാം പിന്നീട് എന്ന് പറഞ്ഞു. അദ്ദേഹം കൃത്യമായി എഴുതി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെയാണ് സമസ്ത തീരുമാനമെടുത്തത് അതിന് വിട്ടുനിൽക്കണം. ഇങ്ങനെ പരിശുദ്ധമായ ദീനിന് കാവൽ നിൽക്കുന്ന, അതിൻ്റെ ഒറിജിനൽ മാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന, നിതാന്ത ജാഗ്രത പ്രാപിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതും CIC വിഷയത്തിലും ഇടപെട്ടതും. ഇല്ലെങ്കിൽ CICൻ്റെ ആൾക്കാർ നമ്മളെ ആൾക്കാരല്ലേ, അവരെ കാര്യത്തിൽ അയവ് കാണിക്കാം. അങ്ങനെ ഒരു സംവിധാനമല്ല. മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമാ, അവരൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോവുക, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ആവശ്യമല്ലേ. അതൊക്കെ വോട്ടിൻ്റെ വിഷയത്തിൽ ആവശ്യമാണ്. വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഭിന്നിക്കരുത്, നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം. പക്ഷെ ആദർശ രംഗത്ത് കോംപ്രമൈസ് ഇല്ല. ഈ CIC വിഷയത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിൻ്റെ തനിപ്പകർപ്പാണ് ലോകത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയായ ഇഖ്വാൻ മുസ്ലിം എന്ന മുസ്ലിം ബ്രദർഹുഡ്. ഇത് രണ്ടും സെയിമാണ്. ഏകദേശം ഒരു നാണയത്തിൻ്റെ 2 പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും. അതിൻ്റെ ആശയത്തിൻ്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ചില നേതാക്കന്മാരുടെ അധ്യാപകരുടെ ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു.
അത് അപകടകരമാണ്. നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചെലവിൽ നടത്തുന്ന, നമ്മുടെ അധ്യാപകരെ വെച്ച്, നമ്മുടെ ക്യാമ്പസിൽ വെച്ച്, നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്ന ഈ കോഴ്സിൽ ഈ പിതായി ചിന്തകൾ ഒളിച്ചു കടത്തുകയോ അവരിടപെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാൻ മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഈ ഇമാം അങ്ങനെ പറഞ്ഞു, ആ ഇമാം അങ്ങനെ പറഞ്ഞു, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞു, ഇതിലേതാ നമുക്ക് സ്വീകരിക്കാം, ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഏകദേശം പൊതു സമീപനം, എല്ലാം സ്വീകരിക്കുന്ന ശൈലി അത് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ പുസ്തകങ്ങൾ പോലും സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഗൗരവമുള്ള സത്യമല്ല. നമ്മുടെ സ്ഥാപനത്തിൽ ലോകത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിൻ തനിപ്പകർപ്പായ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഗൗരവമായ വിഷയമല്ലേ? അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകനായ സയ്യിദ് ഖുതുബിൻ്റെ പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു. അതും നിർത്തിയില്ല. തൊട്ടടുത്ത പ്രമുഖനായ നേതാവായ മുഹമ്മദ് ഖുതുബിൻ്റെ ശുബ്ഹാത്തുൻ ഹൗലുൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു. ഇത് നിസ്സാരമല്ലല്ലോ. ഒരു തെറ്റാണെങ്കിൽ എഴുതുമ്പോൾ അക്ഷര തെറ്റ് പറ്റും, അല്ലെങ്കിൽ ആശയത്തിൽ തന്നെ തെറ്റ് പറ്റാം, പിന്നെ തിരുത്താം. പുസ്തകത്തെ സിലബസിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എത്രമാത്രം അതിൻ്റെ പിന്നിൽ ബുദ്ധി പ്രവർത്തിക്കണം, എത്രമാത്രം ഒളിച്ചു കടത്താനും നുഴഞ്ഞു കയറാനും ശ്രമിച്ചിരിക്കണം. വേണ്ട, ഞാൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിൽ ഏറ്റവും വലിയ സൈദ്ധാന്തികനായിരുന്നു അബ്ദുള്ള. പിന്നെ അവരും അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് മാധ്യമത്തിൽ രാജിവെച്ചു, പിന്നെ അയാൾ പുറത്തു വന്നു മാത്രം. ഈ അബ്ദുള്ള ഈ പറയുന്ന വാഫി സിലബസിന്റെ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു. നിസ്സാരമായ വിഷയമാണോ? നമ്മൾ പൂർണ്ണമായും അകറ്റി നിർത്തണം, ഒരു കോംപ്രമൈസുമല്ലെന്ന് പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ 10 പതിറ്റാണ്ട് കാലം മാറ്റി നിർത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ അബ്ദുള്ളയെ ജമാഅത്തെ ഈ പറഞ്ഞ വാഫി സിലബസിന്റെ ഈ സിലബസ് കമ്മിറ്റി അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു പറഞ്ഞ നിസ്സാര വിഷയമാണോ? ഒരു ഘട്ടത്തിൽ 2 വർഷം മുമ്പ് അവരുടെ PG ക്യാമ്പസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൗലവി രാജിവെച്ചു. അയാൾ രാജിവെച്ചിട്ട് എവിടേക്കാ പോയത്? ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായി. അപ്പോൾ നോക്കുമ്പോൾ ജമാഅത്തുകാരനാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ജമാഅത്ത് മൗലവി പഠിപ്പിക്കുമോ? അത് അബദ്ധമാണോ? അബദ്ധമല്ല. കഴിഞ്ഞ ആഴ്ച നടന്ന വാഫി ഫെസ്റ്റിൽ ഈ മൗലവി വീണ്ടും കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട്. ഈ ഒരു ബാന്ധവം സമസ്ത കേരള ജംഇയ്യത്തുൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇമാതിരി കുറേ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 1, 2, 3, 4, 5, 10 അല്ല. അഹമ്മദ് ഈസ ആഷൂറ എന്ന് പറയുന്ന സലഫി ഇഖ്വാനി പണ്ഡിതൻ എഴുതിയ തറാവിഹ് 8 റക്അത്ത് എന്ന് പഠിപ്പിക്കുന്ന അൽ ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം അവിടെ സിലബസിൽ കടന്നുകൂടി. അബദ്ധം എന്ന് പറയാൻ പറ്റുമോ? എന്താ പട്ടിക്കാട് ജാമിഉൽ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ നന്ദി ദാറുസ്സലാമിൻ്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ കടമേർ റഹ്മാനിയ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ ഇർഫാനിയ കോളേജിൻ്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ അസ്അദിയ കോളേജിൻ്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ അശ്അരിയ കോളേജിൻ്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ ലോകത്ത് എവിടെയും സമസ്തയുടെ ഒരു സ്ഥാപനം വരാതെ ഇവിടെ മാത്രം ഈ ജമാഅത്തിൻ്റെ ആശയങ്ങൾ, ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു? അപ്പോൾ സമസ്ത ഇടപെടണ്ടേ? ആർക്കാണ് ഇത് സംശയിക്കാൻ സാധിക്കുക? സമസ്ത കേരള ജംഇയ്യത്തുൽ ന്യായമായും ഇടപെട്ടു, തിരുത്തണമെന്നാവശ്യപ്പെട്ടു. ഒരു നിലക്കും തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സമസ്ത ചില തീരുമാനങ്ങൾ എടുത്തു. ഇതല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ അന്ധമായി ഒരു വിഭാഗത്തെയും എതിർക്കുന്ന കൂട്ടത്തിൽ സമസ്തക്ക് ഒരൊറ്റ നിർബന്ധമുണ്ട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇതാണ് എൻ്റെ നേരായ മാർഗം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇതാണ് എൻ്റെ നേരായ മാർഗം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, മറ്റ് വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, മറ്റ് മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെ അത് ചിതറിച്ച് കളയും, ചിന്ന ഭിന്നമാക്കി കളയും. ദാലികും വസ്സാകും ബിഹി, ഇത് അല്ലാഹുവിൻ്റെ വസിയത്താ. ശരിക്കും ശ്രദ്ധിക്കണം, ഈ മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭക്തന്മാരായിരിക്കാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, SKSSF സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുമ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗമാണ്. അവർ ഈ ആദർശ ക്യാമ്പ് നടത്തേണ്ട സമയത്താണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത്തരം ആവശ്യമാകുന്ന ഘട്ടത്തിൽ ആരെതിർത്താലും ശരി, ആരൊക്കെ പാര വെച്ചാലും ശരി, ആരൊക്കെ വെല്ലുവിളിച്ചാലും ശരി, ഇത്തരം ആദർശ ക്യാമ്പയിനുകളുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ഒരു സംശയവും വേണ്ട. സമസ്ത കേരള ജംഇയ്യത്തുള്ള ഈ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 99 വർഷക്കാലം പൂർവികരുത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമാണിത്. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീനിൻ്റെ ഒറിജിനൽ മാർഗം മനസ്സിലാക്കി അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിച്ച് അവസാനം വരെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധമായ ഈ മാസം റജബിൽ നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ, ഷഅബാനിലും ബറക്കത്ത് ചെയ്യട്ടെ, റമദാൻ നമ്മൾ എത്തിച്ചു തരുമാറാകട്ടെ. നമുക്കൊക്കെയും അള്ളാഹുവിൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഘടന പ്രവർത്തകർ അള്ളാഹു കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളെ സഹായിച്ച എല്ലാ ആളുകളെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് എല്ലാവർക്കും കുടുംബസമയം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.